ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓണസദ്യയിൽ തീയലില്ലാതെ എന്തൊരു സദ്യ അല്ലേ. നമുക്കിന്ന് ഇഞ്ചി തീയൽ വെക്കാം. ഓക്കേ. ഇഞ്ചി തീയലിനുള്ള ഇഞ്ചി ഞാനിവിടെ എടുത്തു വെച്ചു. ഇത് 1 കിലോയോളം ഇഞ്ചിയുണ്ട്. 100 ഗ്രാം ആയാലും എടുത്താൽ മതി. ഇത് തൊലി ചിരണ്ടി കഴുകി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കേ. ഇഞ്ചിത്തീയലിനുള്ള ഇഞ്ചി ഞാൻ ചിരണ്ടി കഴുകിയെടുത്തു. ഇതുപോലെ വട്ടത്തിലെല്ലാം അരിഞ്ഞെടുക്കണം. ഇതൊരു 300 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തു. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരണം. അതിന് ഒരു തേങ്ങ ആവശ്യമുണ്ട്, 5-6 പച്ചമുളക്, കറിവേപ്പില. ഈ തേങ്ങ ചിരണ്ടി വറുത്ത് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അപ്പം നമുക്ക് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുക്കാം. ഓക്കേ. ഇഞ്ചി അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് കോരാം. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി നമുക്കിനി ഇഞ്ചി ഇടാം. ഇഞ്ചി വറുത്ത് കോരിയെടുക്കണം. നല്ല വെള്ളമായി ഇഞ്ചിക്ക്. നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. മൂത്ത് കഴിയുമ്പോൾ എണ്ണ മിച്ചമാകും. അപ്പം ഇത് പയ്യെ ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂക്കട്ടെ. ഇഞ്ചി ഏകദേശം മൂത്ത് തീരാറായി. കണ്ടോ, വെള്ളമായിരുന്നു കൂടുതലും. കണ്ടോ, ഇനി കുറച്ചുകൂടെ മൂത്താൽ മതി. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കുറച്ചുകൂടെ മൂക്കണം. മൂക്കട്ടെ. ഇഞ്ചി മൂത്തു, എല്ലാം കോരിയെടുത്തു. നല്ല കരികരിപ്പായിട്ട് മൂപ്പിച്ച് എടുത്തു. ഇഞ്ചി എല്ലാം വറുത്ത് കോരിയെടുത്തു. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ പച്ചമുളക് ആവശ്യമുള്ള 6 പച്ചമുളക് പറഞ്ഞില്ലേ, അതുകൂടെ വറുത്ത് കോരാം. വട്ടത്തിൽ അരിഞ്ഞെടുത്തിരുന്നു, അതുകൂടെ വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പിലയും കൂടെ ഇടാം. പച്ചമുളകും കറിവേപ്പിലയും മൂത്തു. ഇത് കോരിയെടുത്തേക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. തേങ്ങയാണ് ഇനി മെയിനായിട്ട് വറുക്കാനുള്ളത്. അപ്പം അതിനി തേങ്ങ വറുക്കാം. തേങ്ങ ചിരണ്ടി എടുത്തു. ഇതിന് നമുക്ക് വറക്കാം. അതുകൂടാതെ ഒരു കഷ്ണം ശർക്കര ഇതും വേണം. വാളംപുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തേക്ക് ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇതും രണ്ടും അലിയിച്ച് എടുക്കണം. അപ്പം നമുക്കിനി തേങ്ങ വറുക്കാം. തേങ്ങയുടെ കൂടെ 6 വറ്റൽമുളക്, കറിവേപ്പില, 5-6 ഉള്ളി, ചുവന്നുള്ളി, ഇത്രയും ചേർത്താണ് ഞാൻ തേങ്ങ വറക്കാൻ വെച്ചത്. ഇഞ്ചിക്ക് നല്ല എരിവുണ്ടല്ലോ, അപ്പം 3-4 മുളക് മതി. പിന്നെ പച്ചമുളകും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മൂക്കട്ടെ. തേങ്ങ മൂത്തു. ഇനി നമുക്ക് ചെറു ചൂടോട് തന്നെ അരച്ചെടുക്കാം. ഇഞ്ചിയും പൊടിച്ചെടുത്ത് വെച്ചു. ആ ജാറിലേക്ക് തന്നെ ഇട്ട് തേങ്ങ
അരച്ചെടുക്കാം. തേങ്ങ വെള്ളം തൊടാതെ അരച്ച് കൊണ്ടുവന്നു. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പേസ്റ്റായിട്ട് നല്ല ഇതുപോലെ വെണ്ണ പോലെ അരച്ചെടുത്തു. ഇഞ്ചിയും പൊടിച്ചെടുത്തു. ഇനി വാളംപുളി പിഴിഞ്ഞെടുക്കണം, ശർക്കരയും അരിയിച്ചെടുക്കണം. ഇനി നമുക്ക് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. വാളംപുളി പിഴിഞ്ഞെടുത്തു, ശർക്കരയും അലിയിച്ചെടുത്തു, അത് അരിച്ചെടുത്തു. അപ്പോൾ ഇത്രയും കരടുണ്ടായിരുന്നു. ഇനി ഇത് തിളയ്ക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. പുളി ശർക്കര വെള്ളം തിളച്ച് ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വറുത്ത് പൊടിച്ചത് ഇടാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. തേങ്ങ വറുത്ത് ചേർത്തില്ലെങ്കിൽ ഇത് പുളിയിഞ്ചി എന്ന് പറയും. തേങ്ങ ഇത് തീയലാണ്. നമ്മുടെ ഓണസദ്യയിലെ ഇഞ്ചി തീയലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച് വരട്ടെ. ഇഞ്ചിയൊക്കെ കിടന്നൊന്ന് തിളച്ച് ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം. ഇനിയാണ് മെയിൻ ഐറ്റം, നമ്മുടെ തേങ്ങ ചേർക്കുക. ഇനി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചത് കഴുകി ഒഴിക്കാം. ഞാനെല്ലാം കൂടെ ചേർക്കട്ടെ. ഓണം സ്പെഷ്യൽ ഇഞ്ചിത്തീയലിവിടെ ചേരുവകയെല്ലാം ചേർത്ത് യോജിപ്പിച്ചു ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും വറുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടി അങ്ങിടാം. ഇനി കടുക് താളിക്കണം. പക്ഷേ ഇത് എണ്ണ ആയതുകൊണ്ട് കടുക് താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് കടുക് പൊട്ടിച്ച് മേലെ ഒഴിക്കണം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് എണ്ണയല്ലേ. ലേശം കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ ഇഞ്ചി തീയലിവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കഴിഞ്ഞ തവണ ഒരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തൊരു കണ്ടു നോക്കണേ. ഇതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ച് ഉള്ളി തീയൽ ഇതുപോലെ തന്നെ വെക്കുന്നു, പാവയ്ക്ക ഇതുപോലെ വെക്കുന്നു. ഇഞ്ചി തീയലിന് ശർക്കര ചേർക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഒന്ന് തിളച്ചിട്ട് കടുകും കൂടെ താളിച്ച് ശകലം ഒഴിച്ചേക്കാം. ഓക്കെ, മധുരവും ഉപ്പും പുളി എല്ലാം നോക്കിയിട്ട് കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചേർക്കണം. അപ്പോൾ ഇതിവിടെ കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ ഇരിക്കുന്നത്? ഇതിൻ്റെ ഒരു വാസന ഒരു രക്ഷയില്ല. 101 കറിക്ക് തുല്യമാണ് നമ്മുടെ ഇഞ്ചിക്കറി എന്നല്ലേ പഴമക്കാർ പറയുന്നത്. ശരിയാ കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറിനാൻ. ഓക്കെ, ഞാൻ കടുവും കൂടെ പൊട്ടിച്ചൊഴിക്കട്ടെ. കടുവും കൂടെ പൊട്ടിച്ച് ഒഴിച്ചേക്കാം. ലേശം എണ്ണ എടുത്തു, കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കടുക് പൊട്ടി നമുക്ക് ഒഴിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി തീയലിവിടെ റെഡിയായി. ഓണം സ്പെഷ്യൽ ഇഞ്ചി തീയൽ ഇവിടെ റെഡിയായി. ഓക്കെ, ബൈ.
ഇഞ്ചിത്തീയിൽ എല്ലാവരും ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.